ഇപ്പൊ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്താ? എനിക്കൊന്നും അപകടം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും കാണും. ലോകത്തെല്ലായിടത്തും അതിപ്പോൾ ഞാൻ പറഞ്ഞു വളരെ വെൽക്കമിങ് അല്ലാത്ത യൂറോപ്യൻസും കാണും. ഉം. ബട്ട് എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണല്ലോ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു പശ്ചിമേഷ്യൻ ആളുകളായിരിക്കണം ആ. കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് നിൽക്കുന്ന ആയിരിക്കണം. ആൾക്കാര്. ഇപ്പം ആഫ്രിക്ക പോലത്തെ ഒരു രാജ്യം നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും മനസ്സിൽ കൊച്ചുനാൾ മുതലുള്ള പട്ടിണി, ദാരിദ്ര്യം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. നേരിട്ട് ചെന്ന് കണ്ട സമയത്ത് തന്നെയാണോ? എന്തായിരുന്നു അവിടുത്തെ ശരിക്കുള്ള ആഫ്രിക്ക എങ്ങനെയാ? അല്ല, ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പട്ടിണി ദാരിദ്ര്യമുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം. ഉം. ബട്ട് ആഫ്രിക്ക എന്ന് പറയുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്നല്ല, കൂടുതൽ ഇതെന്ന് പറയുമ്പോൾ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യർ. ഉം. 54 രാജ്യത്തിലുള്ള എല്ലാവരും കറുത്ത വർഗ്ഗക്കാരല്ല. ഇപ്പം നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ, സഹേൽ റീജിയണ്, മഗ്രിബ് റീജിയനിലൊക്കെ വരുന്ന ആളുകൾ വെളുത്ത ആൾക്കാരാണ്. അപ്പം ആ ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം പിന്നെ പല ആളുകളും വിചാരിക്കുന്നുണ്ട് അതെ പട്ടിണിപ്പാവങ്ങളുടെ നാട്. നമ്മൾ ഈജിപ്തിൽ പോയാൽ, കെയ്റോ പോയാൽ പട്ടിണിപ്പാവങ്ങളുടെ സ്ഥലമായിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ ഡൽഹിയുമായിട്ട് സാമ്യമുള്ള ഒരു ഓൾഡ് ഡൽഹിയുടെ ഒരു വൈബാണ്. അതേസമയം സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ, അല്ലെങ്കിൽ ഇപ്പോൾ മൊറോക്കോയുടെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എത്യോപ്യയുടെ ക്യാപിറ്റൽ അഡിസ് അബാബ, കെനിയയുടെ ക്യാപിറ്റൽ നെയ്റോബി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മളെക്കാട്ടി അമ്പരപ്പിക്കുന്ന, മുംബൈയെക്കാട്ടി അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളുള്ള നഗരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പട്ടിണിയുണ്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും പട്ടിണിയുണ്ട്. അതേപോലെ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ പല രാജ്യങ്ങളിലും പട്ടിണിയുണ്ട്. അതിനോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും പട്ടിണി ധാരാളം ഉള്ളത് കൊണ്ടായിരിക്കണം അത് നമ്മളെ എന്താ പറയുക കൂടുതലായിട്ട് ഇപ്പം ഇന്ത്യയിൽ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന, ഇങ്ങനത്തെ മോശം ഫുഡ് വിൽക്കുന്ന എല്ലായിടത്തും ഇല്ലല്ലോ. അത് മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെയാണ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ. ഈ മുൻധാരണകൾ തെറ്റിച്ച രാജ്യങ്ങളുണ്ടോ? ഇതുപോലെ നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കും, എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. ധാരാളം അങ്ങനെ തോന്നിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതെനിക്ക് തോന്നുന്നു മെയിൻ അഫ്ഗാനിസ്ഥാനാണ്. Okay. മുൻധാരണകളെ തെറ്റിപ്പിച്ച രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അതെ, എന്തുകൊണ്ട്? എനിക്കൊന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുണ്ടല്ലോ ഒരു രാജ്യത്തിനെതിരെ, അവിടുത്തെ ആളുകൾക്കെതിരെ, അവിടുത്തെ പല സംഭവങ്ങൾക്കെതിരെ. അപ്പം അവിടെ പോയിട്ട് ഉണ്ടായത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ചിന്തിച്ചതിന് ഉപരി വ്യത്യസ്തമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാൻ പറയാനുള്ള കാരണം വലിയൊരു ഓപ്ഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഏതെങ്കിലും രാജ്യം അങ്ങനെ വേറെ രാഷ്ട്രം അല്ലാതെ? ഇപ്പം ഇതുപോലെ ഇപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒന്നുമില്ല. ഇപ്പോൾ കെനിയ എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മസായിമാരയിലെ കുറച്ച് മൃഗങ്ങൾ, അവരുടെ കൂടെ കൂട്ടം കൂടുന്ന കുറേ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള നിക്കറും ഒന്നുകൂടാത്ത കുറച്ച് ആൾക്കാരായിരിക്കാം. ബട്ട് കെനിയയിൽ തന്നെ ഇപ്പം നെയ്റോബി പോയ വലിയ ബിസിനസ് ഹബ്ബാണ്. അപ്പം അതുപോലെ ചില രാജ്യങ്ങൾ മുൻധാരണ മാറ്റാറുണ്ട്. അതുപോലെ ഭക്ഷണം ഓരോ രാജ്യത്തും വ്യത്യസ്തമായ രുചികളാണ്. ഈ ഭക്ഷണത്തിൽ ഇതുപോലെ വളരെയധികം ക്രേസിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള സ്ഥലം? എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉസ്ബെക്കിസ്ഥാനിലെ പുലാവ്. ക്രേസി ആയിട്ടുള്ള അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം രാജ്യത്ത് പോയി അവിടുത്തെ ഭക്ഷണമൊക്കെ ട്രൈ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആള്. എനിക്കൊന്ന് ഹോങ്കോങ്ങിൽ പോയപ്പോൾ ഒരു പാമ്പിന്റെ ഒരു നൂഡിൽസ് കഴിച്ചായിരുന്നു ഹോങ്കോങ്ങിൽ. അപ്പോൾ അത് വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നാഗാലാൻഡിൽ പോയാൽ പട്ടി ഇറച്ചി കിട്ടുമല്ലോ. അപ്പൊ അതുപോലെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോ ഇത്രയും ട്രാവൽ ചെയ്യുന്നത് കാണുമ്പോൾ വീഡിയോസ് കാണുന്ന നമ്മളിപ്പോൾ ഉള്ള ആളുകൾ ചിന്തിക്കുന്നത് ഭാഗ്യവാൻ, ഇത്രയധികം ട്രാവൽ ചെയ്യാൻ പോകുന്നു, ലൈഫ് തന്നെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ശരിക്കും ഒരു യാത്ര ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം അത്ര അടിപൊളിയാണോ ആ ഒരു ലൈഫ്? അങ്ങനെയല്ല, ട്രാവൽ ചെയ്യുന്ന ലൈഫ് അടിപൊളിയാണ്. ബട്ട് എന്നിരുന്നാലും ആളുകൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭാഗ്യവാൻ എന്ന് പറയാനായിട്ട് അവർ, കാരണം ഞാൻ കാണിക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിലെ ട്രാവലിംഗ് ലൈഫ് മാത്രമാണല്ലോ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടാവാം അവർക്ക് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറേ സ്ട്രഗിൾസ് അല്ലെങ്കിൽ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കാം ഈ ഒരു സ്റ്റേജിലോട്ട് വരുന്നത്. അപ്പോൾ പൊതുവേ കാണുന്ന പോലെ ഭാഗ്യവാനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചില സമയത്ത് കുറേ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. കുറേ സ്ട്രഗിൾസ് ഉണ്ട്, കുറേ എഫേർട്സ് ഉണ്ട്. അപ്പോൾ ഒരു രീതിയിലും അധികം ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ നാട്ടിലൊക്കെ വരുമ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഞാനും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നതിനോടൊപ്പം അവരുടെ പാഷൻ, ഇഷ്ടങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് പറ്റാതാവുന്നുണ്ട്. ബട്ട് അതേസമയം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പാഷൻ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഭാഗ്യവാൻ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാത്തിലും ഉള്ളതുപോലെ ഉണ്ട്. മാഹിന്റെ കൂടെ തന്നെ ഒരു യാത്ര ചെയ്യണം, ഞങ്ങൾ വന്നോട്ടെ എന്ന ചോദ്യങ്ങൾ കുറെ കേൾക്കുന്നുണ്ടോ?
മുമ്പ് കുറേ കേൾക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ആരെയും കൊണ്ടുപോകാത്തോണ്ടായിരിക്കാം അങ്ങനെ അധികം ആളുകൾ ചോദിക്കാറില്ല. ഓക്കെ. അത് പിന്നീട് ഇപ്പൊ പാഷൻ ആണെങ്കിലും കുറെ കഴിഞ്ഞാൽ അതൊരു ബിസിനസ് മാർഗമായിട്ട് ആളുകൾ എടുക്കാറുണ്ടല്ലോ തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യുമ്പോൾ. അതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിന്തിക്കാറുണ്ട്. ബട്ട് അതിനോട്ടുള്ള ഒരു കറക്റ്റ് മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന് ആലോചിക്കും. അപ്പോൾ പിന്നെ തുടങ്ങാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ വേർതിരിഞ്ഞ് ഏതെങ്കിലും വേറെ വഴിയിലോട്ട് പോകും. അപ്പം പൊതുവേ അങ്ങനെ സമയം കിട്ടാറില്ല. സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇതുവരെ ഒന്നും തുടങ്ങാൻ പറ്റാത്തത്. അതെ, അല്ലെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും തുടങ്ങണമല്ലോ. കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലൊന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പിന്നെയും യാത്ര ചെയ്യണം, പിന്നെയും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം തീർച്ചയായിട്ടും. ഇപ്പോൾ യൂട്യൂബ് റവന്യൂ വളരെ ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആശ്രയിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ടെൻഷൻ ആവാറുണ്ടോ? ഇത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ട്രാവൽ? ആലോചിക്കുമ്പോൾ ടെൻഷൻ ആവാറുണ്ട്. ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ശരിക്കും യൂട്യൂബ് വരുമാനം കൊണ്ടാണോ ട്രാവൽ ചെയ്യണേ? അതെ, യൂട്യൂബ് വരുമാനം അതുകൊണ്ട് തന്നെയാണ്. അത് എപ്പോഴും ഒരു ടെൻഷൻ ആക്കാറുണ്ട്. അല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വിട്ട് മാറി നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 20 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ബ്രസീലിലായിരുന്നപ്പോഴേ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് 10 ദിവസം കഴിഞ്ഞു, 10 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്നാണ് ഞാൻ കയറി നോക്കിയത്, വരുമാനമല്ല. അപ്പോൾ ഒന്ന് ടെൻഷനായി. നോക്കാതെ ഇരിക്കുമ്പോൾ പ്രശ്നമല്ലല്ലോ, നോക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ എക്സ്പെൻസീവ് ആണെന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ താമസിച്ച് അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര നമുക്ക് വേണമെങ്കിൽ ചുരുക്കാലോ. ശരിക്കും നമ്മൾ അങ്ങനെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. ശരിക്കും എക്സ്പെൻസീവ് ആണോ അതോ നമുക്ക് ചുരുക്കിയും ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ചുരുക്കി യാത്ര ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യുമ്പം എന്തായാലും നമുക്ക് ഒരു മിനിമൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാസം 800 രൂപയ്ക്കൊക്കെ യാത്ര ചെയ്തിട്ട് മാസം. അന്ന് അരി മാത്രം വാങ്ങും, കുറച്ച് മഞ്ഞപ്പൊടി ഇടും, പൊറിച്ചുണ്ടാക്കി കഴിക്കും. ബട്ട് അതുപോലെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്തുപോയി ചെയ്യാൻ പറ്റില്ല. കൂടിപ്പോയാൽ നേപ്പാൾ പോകാൻ കഴിയും, അല്ലെങ്കിൽ ഭൂട്ടാൻ പോകാൻ കഴിയും. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നമുക്ക് വിസ വേണം, വിസയ്ക്കുള്ള എക്സ്പെൻസ് ആവും, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടാവും. അപ്പം അതനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഒരു മിനിമൽ എക്സ്പെൻസ് ആവും. ബട്ട് സ്റ്റിൽ നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ യാത്ര ചെയ്യണം എന്നിരിക്കും. അത് വെച്ചായിരിക്കും നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുക. ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു രാജ്യത്ത് ഇറങ്ങിയിട്ട് തന്നെ മറ്റൊരു സ്ഥലത്തോട്ട് ബസ്സിൽ പോകാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം, അല്ലെങ്കിൽ വേറെ കാർ മുഖേനയോ എങ്ങനെയാണോ പോകാം. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു അറ്റ് ദ എൻഡ് കോസ്റ്റ് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു യാത്ര ആദ്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം മാഹിന്റെ വീഡിയോ തന്നെ കണ്ട് ഇൻസ്പയർ ആയിട്ട് യാത്രകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. സോ എവിടെ യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം പോകേണ്ട കാണേണ്ട സ്ഥലം ഏതായിരിക്കും? എനിക്ക് ഇന്ത്യയും നേപ്പാളും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ. അതിൻ്റെ പ്രധാന കാരണം ഈസിയാണ്, അധികം വലിയ കൾച്ചറൽ ഷോക്ക് വരില്ല. ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് അങ്ങനെ അധികം കൾച്ചറൽ ഷോക്ക് കിട്ടാറില്ല. ഇന്ത്യയിലോട്ട് വരുന്ന ആളുകൾക്കാണ് എപ്പോഴും ഒരു കൾച്ചറൽ ഷോക്ക് കിട്ടുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു തായ്ലൻഡ് അല്ലെങ്കിൽ മലേഷ്യ. അഫ്കോഴ്സ് നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചർ ആയതുകൊണ്ട് ആ ഷോക്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇത്രയും സൗണ്ടും അല്ലെങ്കിൽ ഇത്രയും പൊല്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തായ്ലൻഡിൽ പോകുമ്പോൾ നമുക്കൊരു പ്ലസൻ്റ് അനുഭവമായിരിക്കാം. അല്ലെങ്കിൽ അത് മലേഷ്യ ആവട്ടെ, അല്ലെങ്കിൽ വിയറ്റ്നാം ആവട്ടെ. വിയറ്റ്നാം ചീപ്പായിട്ടുള്ള ഒരു രാജ്യമാണ്. ബട്ട് സ്റ്റിൽ അവിടുത്തെ എന്താ പറയുക വൃത്തിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് യാത്ര തോന്നില്ല. എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു യാത്ര ആയിരിക്കും. അത്ര ആ ഒരു നെഗറ്റീവ് കൾച്ചറൽ ഷോക്ക് നമുക്ക് കിട്ടില്ല. എനിക്കൊന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. പോയത് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു യാത്ര രാജ്യം ഏതായിരിക്കും? രാജ്യം പോയതിൽ മംഗോളിയ വൺ ഓഫ് ദ എക്സ്പെൻസീവ് രാജ്യമാണ്. ബട്ട് ഓഫ്കോഴ്സ് യൂറോപ്യൻ രാജ്യങ്ങൾ എക്സ്പെൻസീവ് ആണ്. പിന്നെ യു എസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഏകദേശം എത്ര എമൗണ്ട് യാത്രയിൽ ചെലവഴിക്കുന്നുണ്ട്? അത് ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു വിസയ്ക്ക് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്ത നൈജീരിയയിലാണ്. ഏകദേശം 50,000 രൂപയോളം. സാധാരണ നോർമലി നമ്മൾ ഓൺലൈനിൽ ഗവൺമെന്റിന്റെ പോർട്ടലിൽ അടയ്ക്കേണ്ടത് തന്നെ ഏകദേശം ഒരു 24,000 റുപ്പീസ് എന്തോ ഉണ്ട്. $250 അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ $200 എന്തോ ബ്രൈബായിട്ട് കൊടുക്കേണ്ടി വന്നു. അതില്ലാതെ നമുക്ക് വിസ തരയില്ല അവർ. അപ്പോൾ എല്ലാം കൂടെ ഒരു 450, ഏകദേശം 40,000 കൂടുതൽ ആ വിസയ്ക്ക് മാത്രമായി. അപ്പം അല്ലാതെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫിൽ എനിക്കൊന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും ഞാൻ പൊതുവെ അങ്ങനെ റെസ്റ്റോറൻറ്റിലൊന്നും ഭക്ഷണം കഴിക്കാറില്ല. സൂപ്പർ മാർക്കറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോയാൽ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ വല്ല ആപ്പിൾ ഇവിടത്തെയും കാട്ടി ചീപ്പായിട്ട് കിട്ടും, ഇന്ത്യനെ കാട്ടി സൂപ്പർ മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയാലേ ഈ പ്രശ്നം വരുന്നുള്ളൂ.